വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഐഷാറ്റ്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും മറക്കണ്ട. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം തീമിലുള്ള ലാമ്പാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലാമ്പ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് എടുക്കുക, എന്നിട്ട് അതൊന്ന് ഹൗസ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതുപോലെ ആവുന്നുണ്ടായില്ല. പിന്നെ ഞാനത് മൊത്തത്തിലൊന്ന് അഴിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് രണ്ടാമതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായേ. അങ്ങനെ ഈ ബോക്സ് നമ്മൾ ഒരു ഹൗസിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു വാതിലും 2 ജനലും വേണം. അപ്പം അതും ഒന്ന് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനെടുത്ത ബോക്സ് ഫുൾ കളർഫുൾ ആയിട്ടുള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഡയറക്റ്റ് പെയിൻറ് അടിച്ചു കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വൈറ്റ് കളറ് നമുക്ക് പ്രൈമർ കോട്ട് പോലെ കൊടുക്കാമെന്ന്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ട കളർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മുകൾ ഭാഗം സെറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിനും വൈറ്റ് കളർ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സൈഡിൽ മാസ്കിൻ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുമേ. പിന്നെ അത് മൊത്തത്തിലൊന്ന് മാസ്കിൻ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ബാക്കി പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇതും നമുക്കൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഇതിന് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് കുറച്ച് പിങ്കും ഡാർക്ക് ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ആക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കണം കേട്ടോ. അങ്ങനെ ഇതും നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ താഴത്തെ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായില്ല. നമുക്കിതിൽ നൈറ്റ് ലാമ്പ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് ഞാൻ വെച്ചിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ ഈ ലൈറ്റ് തന്നെ അവിടെ വെച്ചിട്ട് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ചെയ്തിട്ടുണ്ടായേ. അങ്ങനെ ഇതും നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം സെറ്റാക്കാം. ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ലാമ്പ് കൂടി വെച്ച് കൊടുത്താൽ, ലാമ്പല്ല കേട്ടോ ലൈറ്റ്, ഇതും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മളെ സിമ്പിളായിട്ടുള്ള ഹൗസ് ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.